Good morning all. ഇന്ന് നമ്മൾ നോക്കുന്നത് how to solve linear equations using Python program എന്നാണ്. പൈത്തണിലെ ഒരു സയന്റിഫിക് പൈത്തൺ പാക്കേജ് ആയ Scipyയിലെ സബ് മൊഡ്യൂൾ ആയ ലീനിയർ ആൾജിബ്ര ഉപയോഗിച്ചാണ് നമ്മൾ ഇപ്രാവശ്യം ഈ ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പ്രോഗ്രാമിലോട്ട് പോകാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 10th ക്ലാസ്സിലെയും +2ലെയും മാത്സിലെ പഠിക്കാനുള്ളതാണ്. സോൾവ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് x plus 2y minus z equal to 4, 2x plus y plus z equal to minus 2, x plus 2y plus z equal to 2. So ഇത് ഒരു 3 വേരിയബിൾ ഉള്ള ഒരു ലീനിയർ ഇക്വേഷൻസ് ആണ്. x, y, z എന്നുള്ള 3 വേരിയബിൾസ് ഉണ്ട്. ഈ വേരിയബിൾസിന് കറസ്പോണ്ടിങ് വാല്യൂസ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നോക്കാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. സോ ആദ്യം നമുക്ക് ആവശ്യമായ പാക്കേജുകൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് numpy as np, numpy പാക്കേജ് നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്ത് അതിന്റെ ഏലിയാസ് ആയ np യൂസ് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ Scipyയിൽ നിന്നും ലീനിയർ ആൾജിബ്ര എന്നുള്ള ഒരു പാക്കേജ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. സോ Scipy എന്നുള്ള സയന്റിഫിക് പൈത്തൺ എന്ന പാക്കേജിന്റെ സബ് മൊഡ്യൂൾ ആയിട്ടാണ് ലീനിയർ ആൾജിബ്ര ആയിട്ട് വരുന്നത്. അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. സെക്കൻഡ് തിങ്, നമ്മുടെ ഇൻപുട്ട് ക്വസ്റ്റ്യനുള്ള ഡീറ്റെയിൽസ് നമുക്ക് 2 അറേ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. numpy അറേ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ആദ്യ അറേയിൽ XYZന്റെ വാല്യൂസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. അത് ഒരു മെട്രിക്സ് ഫോർമാറ്റിലോട്ടാണ് അല്ലെങ്കിൽ 2 ഡയമെൻഷണൽ അറേ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഫസ്റ്റ് റോയിൽ 1 2 -1 അതായത് ഫസ്റ്റ് ഇക്വേഷന്റെ ഡീറ്റെയിൽസ്. സെക്കൻഡ് റോയിൽ 2 1 1 അതായത് സെക്കൻഡ് ഇക്വേഷന്റെ വാല്യൂസ്. തേർഡ് റോയിൽ 3 1 2 1 അത് തേർഡ് ഇക്വേഷന്റെ ഡീറ്റെയിൽസ്. ഇത് മൂന്നും കൂടി ഒരു മാട്രിക്സ് ആക്കി മാറ്റി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ആവശ്യം നമ്മുടെ y വാല്യൂസ് ഔട്ട്പുട്ട് വാല്യൂസ് ഉണ്ട്. 4 - 2 2 എന്നുള്ള 3 വാല്യൂസിന്റെ വാല്യൂ എന്ന് പറഞ്ഞ ഒരു വാല്യൂയിലോട്ട് നമ്മൾ numpy അറേ ആയിട്ട് സ്റ്റോർ ചെയ്തു. ഈ 2 സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ ഇമ്പോർട്ട് ചെയ്ത ലീനിയർ ആൾജിബ്ര ഡോട്ട് സോൾവ് ഇതിലെ അറേ വാല്യൂസ് അതിലെ ഔട്ട്പുട്ട് ആയിട്ടുള്ള y വാല്യൂസ് സെക്കൻഡ് പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യുക. സോ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി -1 2 -1 അതായത് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് x equal to -1.66, y equal to 2.33 and z equal to -1. സോ നമുക്ക് ഇവിടെ വാല്യൂസ് ലഭിച്ചതായി കാണാം. സോ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ലീനിയർ ഇക്വേഷൻസ് നമുക്ക് Scipyയുടെ ലീനിയർ ആൾജിബ്ര പാക്കേജ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാം. അടുത്ത ഒരു പൈത്തൺ പ്രോഗ്രാം